ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് അഗൈൻ. സോ ഇന്നത്തെ ദിവസം ഒക്ടോബർ 1-ാം തീയതി അറിയാലോ, എല്ലാ മാസാവസാനം ചെയ്യുന്ന പോലെ തന്നെ മില്യൺ ഡോളേഴ്സിലെ ടീം മെമ്പേഴ്സും മെന്റേഴ്സും എത്രത്തോളം കഴിഞ്ഞ മാസം സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റ്സ് റിവീൽ ചെയ്യുന്ന ദിവസങ്ങളാണ്. സോ ഇതിന് പുറമെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് തീർത്തും വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ എത്രത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തത് റിവീൽ ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ്. സോ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ എൻ്റെ P&L-ഉം ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എൻ്റെ പെർഫോമൻസ് എന്താണെന്നും നിങ്ങൾക്ക് മുന്നിൽ ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ആദ്യമായി മില്യൺ ഡോട്ട്സിലെ പ്രോഡക്റ്റ് മാനേജർ ആയിട്ടുള്ള ബെൻസൺ സാറോട് തന്നെ ചോദിച്ചു നോക്കാം. ബെൻസൺ സാർ, കഴിഞ്ഞ മാസത്തെ ട്രേഡിംഗ് പെർഫോമൻസ് എങ്ങനെയാണ്? കഴിഞ്ഞ മാസം എനിക്ക് കുഴപ്പമില്ലാത്തൊരു മന്തായിരുന്നു. P&L ഒന്ന് ഷെയർ ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമോ? കാണിച്ചു തരാമല്ലോ. എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൺസോളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നത് ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് ഒരു 57,000 റുപ്പീസിനടുത്ത് പ്രോഫിറ്റ് ജനറേറ്റ്. ഓക്കെ, 50,000 പ്രോഫിറ്റ് ഉണ്ടല്ലേ? ഓക്കെ. സോ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ട്രേഡിങ്ങിലൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സോ അതിൻ്റെ ഒരു അഭിപ്രായം കൂടി ഒന്ന് ചോദിച്ചു നോക്കാം. നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എല്ലാ മാസം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഓവറോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്നതാണ്. ഇപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞു അത് 57, അത് അതിൻ്റെ ക്യാപിറ്റലിൻ്റെ 3.5% മാത്രമാണ്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പം ബെൻസൺ സാർ കറണ്ട് ഫൈനാൻഷ്യൽ ഇയറിൽ എത്രത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്? ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കൺസോളിലേക്ക് നോക്കാം. ഓൾമോസ്റ്റ് 6 months ആണ്. ഇപ്പോൾ ഏപ്രിലോട്ട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1.5 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ്, അതായത് എൻ്റെ ക്യാപിറ്റലിൻ്റെ ഓൾമോസ്റ്റ് 10% പ്രോഫിറ്റാണ് ജനറേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ. ഓൾമോസ്റ്റ് 1.5 lakhs അടുത്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത ഒരാളാണ് ബെൻസൺ സാർ എന്ന് പറയുന്നത്. സോ ഇന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നോ? ഇന്ന് ചെറിയൊരു ട്രേഡ് ഉണ്ട്, റണ്ണിങ് ആണ്, നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ. ഓൾമോസ്റ്റ് ഒരു 7,000 പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? സോ നിങ്ങൾക്കും ബെൻസൺ സാറെ കൂടെ ട്രേഡ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മില്യൺ ഡോട്ട്സിൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാ ദിവസവും പോസ്റ്റ് മാർക്കറ്റ് സെഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ ചാനലിലെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. സോ നെക്സ്റ്റ് നമുക്ക് അടുത്ത മില്യൺ ഡോട്ട്സിലെ അക്കാഡമിക് ഹെഡ് ആയിട്ടുള്ള എലിസബത്ത് മാമിനെ ചോദിച്ചു നോക്കാം. മാം, കഴിഞ്ഞ മാസത്തെ പെർഫോമൻസ് എങ്ങനെയാണ്? കഴിഞ്ഞ മാസം കമ്പാരിറ്റീവ്ലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു മാസമാണ്. അപ്പോൾ ആദ്യത്തെ 2 വീക്സ് നോക്കുകയാണെങ്കിൽ കുറച്ച് ലോസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു വന്നിരുന്നത്. പിന്നെയുള്ള 2 വീക്സ് അത് റിക്കവർ ചെയ്തു. ബട്ട് പിന്നെയുള്ള 2 വീക്സ് ഭയങ്കര വോളറ്റൈലായിരുന്നു മാർക്കറ്റ് എന്ന് പറയുന്നത്. എനിക്ക് നോക്കി തന്നെ അറിയാം, പ്രീമിയംസ് ഒക്കെ സ്പൈക്ക് ചെയ്യുന്ന അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ജസ്റ്റ് പ്രോഫിറ്റബിൾ ആ രീതിയിലാണ് നിൽക്കുന്നത്. ഓക്കെ. എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റബിൾ ആണ്? ഓൾമോസ്റ്റ് ഒരു 1% അത്രയേ ഉള്ളൂ. P&L ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഒരുപാട് ആൾക്കുള്ള സംശയമാണ്, അതായത് ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് വന്നാൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം, അതായത് പെട്ടെന്ന് ഗെറ്റ് റിച്ച് കിക്ക് എന്നുള്ള സ്കീമാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരോട് എന്താണ് എലിസബത്ത് മാമിന് പറയാനുള്ളത്? അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഓപ്ഷൻ ട്രേഡ് ബിഗിനേഴ്സ് ആണെങ്കിൽ ഓപ്ഷൻസിലോട്ട് വരാതിരിക്കുക. ഇനി ഓപ്ഷൻസ് തന്നെ ട്രൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ചെറിയ ക്യാപിറ്റൽ ചെയ്യുക. എസ്പെഷ്യലി ബൈങ് ഒക്കെ ആണെങ്കിൽ ചെറിയ ക്യാപിറ്റൽ കൊണ്ട് ചെയ്ത് അതിൽ ഓക്കെ ആണെങ്കിൽ മാത്രം ക്യാപിറ്റൽ റേസ് ചെയ്ത് ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഓപ്ഷൻസ് വേണ്ട. എലിസബത്ത് മാമിൻ്റെ ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ ഇയറിലെ പെർഫോമൻസ് എങ്ങനെയാണ്? ഈ വർഷത്തെ ഫൈനാൻഷ്യൽ ഇയർ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഒരു ഓൾമോസ്റ്റ് 12% അടുത്താണ് പ്രോഫിറ്റ്സ് വരുന്നത്. ഒരു സെല്ലറാണ്, അപ്പം കൈൻഡ് ഓഫ് ഗുഡ്. ഓക്കെ. P&L ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? സോ നെക്സ്റ്റ് നമ്മളെ മില്യൺ ഡോട്ട്സിൽ സർവീസ് മെൻറ്റർ ആയിട്ടുള്ള ശിവചരൺ സാർ പ്രോഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. സാറ് ആക്ച്വലി ഇപ്പം ക്ലാസ്സിലാണ്. ശിവചരൺ സാർ, കഴിഞ്ഞ മാസത്തെ സാറ് പെർഫോമൻസ് എങ്ങനെയാണ്? എൻ്റെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ നല്ല അടിപൊളി മാസമായിരുന്നു. ഓൾമോസ്റ്റ് 5 to 6% അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ കാണാം, ഇവിടെ ഞാൻ ലാസ്റ്റ് മന്ത്സിൻ്റെ P&L ഓൾമോസ്റ്റ് എൻ്റെ 5% അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാൻ യൂസ് ചെയ്യുന്ന 1 lakh ക്യാപിറ്റലാണ്. അപ്പം ഈ 5% ഞാൻ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ലാസ്റ്റ് മന്ത് കേട്ടോ, സെപ്റ്റംബർ മന്ത് ഓൾമോസ്റ്റ്. ഞാൻ പിന്നെ 6 monthsൻ്റെയും P&L റേസ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ഏപ്രിലോട്ട് ഓൾമോസ്റ്റ് ഈ ഒരു നമുക്ക് ഫിനാൻഷ്യൽ ഇയർ ഏപ്രിലോട്ടാണല്ലോ. അപ്പോൾ ഏപ്രിലോട്ട് ഈ ഒരു മാസം വരെ ഞാൻ 1 lakh ആയതുകൊണ്ട് തന്നെ ആ ഒരു 21%, ഓൾമോസ്റ്റ് 21% തന്നെ പറയാം. ഓക്കെ, 21% ഞാൻ ഈ ഒരു 6 months ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സാറിൻ്റെ എന്താണ് ഒന്ന് പറയാം. നമ്മുടെ കൂടെ സ്റ്റുഡൻസും ഉണ്ട് കേട്ടോ, അപ്പം അവരുടെയും കൂടെ ഔട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഗുഡ്. റിലീസ് ചെയ്തിരിക്കുക 2.95 lakhs, ഓൾമോസ്റ്റ് 3 lakhs തന്നെ പറയാം അല്ലേ? ഓൾമോസ്റ്റ് 3 lakhs. അടിപൊളി. ഇവിടെ സുരാജും കൂടെ ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് 2.5 ചാർജസും ഓൾമോസ്റ്റ് 50,000 തന്നെ ഓൾമോസ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് 6 months. അടിപൊളി. എത്രയായിരുന്നു സുരാജിൻ്റെ ക്യാപിറ്റൽ? 3 lakhs അല്ലേ? 3.5. ഈ മാസത്തെ ഒന്ന് കാണിക്കുമോ? ഈ മാസത്തെ ഗുഡ്. അടിപൊളി. ഈ മാസത്തിൻ്റെ നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്യാറുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഞാനും ഇന്നലെ എക്സിറ്റ് ചെയ്തു SMLT.
നിങ്ങളിപ്പോൾ നമ്മളെ സ്റ്റുഡൻസിന് P&L ലൈവായിട്ടും കാര്യങ്ങളൊക്കെ കണ്ടു. സോ സാറോട് ഒരു കാര്യം ചോദിച്ചോക്കാം. ട്രേഡിങ്ങിൽ ബിഗിനറായിട്ട് വരുന്ന ആളുകൾക്ക് എന്ത് അഡ്വൈസ് ആണ് സാർക്ക് കൊടുക്കാനുള്ളതെന്ന് ചോദിച്ചു നോക്കാം. സാർ എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? അഡ്വൈസ് കൊടുക്കാൻ പ്രോപ്പറായ റിസ്ക് മാനേജ്മെൻറ്റും മണി പ്രോപ്പറായി മാനേജ് ചെയ്യുക, അതേപോലെ പ്രോപ്പർ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് പ്രോപ്പറായി എന്താ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പർട്ടിക്കുലർലി റേസ് ചെയ്ത് പോകാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സ്റ്റോക്ക് മാർക്കറ്റിൽ എൻട്രി ചെയ്യാം. പ്രോപ്പറായ മെൻറ്ററിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ആവാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. ആക്ച്വലി കമ്മ്യൂണിറ്റി, നമുക്കൊരു കമ്മ്യൂണിറ്റിയൊക്കെ ഉണ്ട്. അപ്പം സ്വിംഗ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയിൽ ലാസ്റ്റ് മന്ത് ജനറേറ്റ് ചെയ്തതിൻ്റെ P&Ls കാർഡാണ്, സ്റ്റുഡൻസ് ഔട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇവിടെ ഓരോന്നായിട്ടും ഓരോരുത്തരുടെയും കാണാൻ സാധിക്കും. ഓക്കെ, ഓൾമോസ്റ്റ് ബേസിൽ 4,000 റുപ്പീസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അബ്ദുൾ 6,000 റുപ്പീസ്, ഐഷ 4.5 ആൻഡ് ദിസ് വൈസ് 4.6. അതേപോലെ രാഹുൽ ഓൾമോസ്റ്റ് 9,000 റുപ്പീസ്, ജെറിൻ 3,000 റുപ്പീസ്, അബ്ദുൾ ഗാഫർ 48,000 റുപ്പീസ്, ബിജു 67,000 റുപ്പീസ്, ഐശ്വര്യ 600 റുപ്പീസ്, മുസ്താബ് 860. സോ ഇതുപോലെ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും കമ്മ്യൂണിറ്റിയിൽ പ്രോഫിറ്റബിളും കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്ക് നെക്സ്റ്റ് ആളോട് ചോദിച്ചു നോക്കാം. സോ അടുത്ത് നമ്മൾ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു എഡിറ്റർ ഉണ്ട്, അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണ്. പുള്ളിക്കാരനൊന്ന് ചോദിച്ചു നോക്കാം. ക്ലിബ്രോ, കഴിഞ്ഞ മാസത്തെ ട്രേഡിംഗ് പെർഫോമൻസ് എങ്ങനെയാണ്? അതെ, ഞാൻ റീസെൻ്റായിട്ടാണ് സിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒന്ന് കഴിഞ്ഞ മാസത്തെ P&L ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ കാണിക്കാം. അപ്പം ഞാനിപ്പോൾ റീസെൻ്റായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. സ്വിംഗ് ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. സ്റ്റോക്സ് പലതും റണ്ണിങ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഓൾ ദ ബെസ്റ്റ്, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. സോ ഇനിയും ഒരുപാട് ആൾക്കാരെ P&L കാര്യങ്ങളൊക്കെ ഔട്ട് ചെയ്യാണ്ട് എൻ്റെ P&L നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കഴിഞ്ഞ മാസത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഏകദേശം 30,000 എനിക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് എൻ്റെ ക്യാപിറ്റൽ ഓൾമോസ്റ്റ് 6% ആണ്. എൻ്റെ കറണ്ട് ഫൈനാൻഷ്യൽ ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1 lakhൻ്റെ അടുത്താണ് എൻ്റെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഇതുപോലെ വീണ്ടും നെക്സ്റ്റ് മന്തിൽ നമ്മൾ ട്രേഡിംഗ് പെർഫോമൻസ് മാറ്റാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴേക്കും ബൈ.